സർ നമസ്കാരം. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് സേനയെ ഭയക്കുന്നുണ്ടോ? പോലീസ് അസോസിയേഷനെ അദ്ദേഹം ഭയക്കുന്നുണ്ടോ? ഭരണത്തിന്റെ അവസാന നാളുകളിൽ പോലീസിന്റെ കിരാത വാഴ്ച ഇങ്ങനെ നടമാടുന്ന അവസരത്തിൽ പിണറായിക്ക് ഉത്തരം മുട്ടുന്നത് എന്തുകൊണ്ട് എന്ന് പൊതുസമൂഹം ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? പൊതുസമൂഹം ചോദിക്കുന്നത് തെറ്റുണ്ടോ എന്നുള്ളതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് അല്ലെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന സംഘടനാപരമായ മാറ്റങ്ങൾ, സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് വേണം നമുക്ക് പറയാം. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുത്തത് കർഷക തൊഴിലാളിയും ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ കൊണ്ടു നടക്കുന്ന പിണറായി വിജയന്റെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിരുന്നു ഒരു കാലത്ത്. ഇന്ന് അതിന് പകരം ചെത്തൊഴിലാളി, ചുമട്ടുതൊഴിലാളി തുടങ്ങിയ അത്തരം അടിസ്ഥാന വർഗങ്ങളിൽ നിന്നും മാറി NGOമാര്, അധ്യാപകര്, കോളേജ് അധ്യാപകർ, ആ രീതിയിലേക്ക് സംഘടനാ സംവിധാനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളർന്നു എന്നുള്ളതാണ്. ഇവർക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ പുതിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം NGOമാരും അധ്യാപകരും ഒക്കെ ഇടപെട്ട അവരിൽ ബുദ്ധിജീവികളുണ്ട്, പൈസ മുടക്കാൻ കഴിയുന്നവരുണ്ട്, ഭരണത്തെ സ്തംഭിപ്പിക്കാൻ വരെ കഴിയുന്ന സംഘടനകളാണ് ഇവരെല്ലാം. അതിലൊരു ഭാഗം മാത്രമാണ് പോലീസ് അസോസിയേഷൻ. ഈ പോലീസ് അസോസിയേഷന്റെ താല്പര്യത്തിനെതിരായിട്ട് നീങ്ങാൻ പിണറായി വിജയൻ 10 വട്ടം ജനിക്കേണ്ടിയിരിക്കുന്നു. ചെഗുവരെ നേരിട്ട് വന്ന് ഭരിച്ചാൽ ഇപ്പൊ തൽക്കാല പരിസ്ഥിതിയിൽ ഇത്തരം സംഘടിത സ്വഭാവമുള്ള സംഘടനകൾക്കെതിരായി നീങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ കരുണാകരനെ പോലെ ആർജവമുള്ള വേറൊരു നേതാവ് വരണം, കോൺഗ്രസിന്റെ മറ്റേതെങ്കിലും കക്ഷിയുടെ നേതാവ് വരണം. എന്നാൽ പോലും ഇന്ന് ഇവര് ഭരണകൂടത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇവർക്കറിയാം. ആ പേടി പിണറായി വിജയനുണ്ട്. മാത്രമല്ല, പിണറായി വിജയന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ നടപ്പാക്കി കൊടുക്കാൻ അത് എത്ര വൃത്തികെട്ടതും എത്ര നീചവും എത്ര നിന്ദ്യവുമാണെങ്കിലും ഈ സംഘടനകളെല്ലാം പരസ്പരം മത്സരിക്കും. പിണറായി വിജയന് ഒരു പ്രശ്നം ഉണ്ടായില്ല. പിണറായി വിജയന്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. പിന്നെ എന്തിനാണ് അവര് ഈ സംഘടനക്കെതിരായിട്ട് പിണറായി വിജയൻ നീങ്ങുന്നത്? ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സിസ്റ്റം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ശിവൻകുട്ടിയുടെ പ്രസ്താവന നമ്മൾ ചർച്ച ചെയ്തു, ഇല്ലേ? 8 മാസം കഴിഞ്ഞ് കാണാനായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ 8 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് പോണം, പിണറായിയുടെ സ്വാധീനം ഇല്ലാതാകണം, എന്നിട്ട് ചർച്ച ചെയ്തിട്ടേ കാര്യമുള്ളൂ. പിണറായി ഒരു പപ്പറ്റാണ്. ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നത്? ഈ വർഗത്തിന്റെ, അതായത് ഭരണത്തെ എങ്ങനെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പഠന ക്ലാസ്സുകളും എല്ലാം നടത്തി, ക്യാമ്പുകളും സ്റ്റഡി ക്ലാസ്സും നടത്തി, ബുദ്ധിജീവികളെയും അതിൻ്റെ അകത്തൊക്കെ ഒട്ടിച്ചു വെച്ച് നടത്തുന്ന ഈ വിഭാഗത്തെ നിയന്ത്രിക്കാൻ പിണറായി വിജയന് പറ്റുമോ? ഒരു കാലത്തും പറ്റിയല്ല. ആ സാഹചര്യം എടുത്തുകൊണ്ടാണ് പാർട്ടിയിലേക്ക് തന്നെ MM മണിയെ പോലുള്ളവരും അതുപോലെ വനം കൈയേറ്റക്കാരും അങ്ങനെയുള്ളവരും പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറിയത്. ഇപ്പം ശശീന്ദ്രനെ മാറ്റണമെന്ന് പിണറായിക്ക് ആഗ്രഹമില്ലെന്നാണ് നമ്മൾ കരുതുന്നത്. AK ശശീന്ദ്രനെ മൂട്ടിൽ മരമൊരു കേസ് പ്രതികളെ ശിക്ഷിക്കണം എന്ന് മറ്റാരേക്കാൾ ആഗ്രഹിക്കുന്ന പിണറായി ആയിരിക്കും. പക്ഷെ പിണറായിയിലെ ഭീരുത്വം, സ്വാർത്ഥത അവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഏറ്റവും വലിയൊരു വീണ ജോർജിന്റെ കാര്യം അല്ല, വീണ ജോർജിനും അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ആലോചിക്കൂ, അമീബിക് മസ്തിഷ്ക ജ്വരം, അതുപോലെ ഡെങ്കിപ്പനി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എത്ര പേര് ഇപ്പൊ മരിച്ചു തുടങ്ങി. കഴിഞ്ഞ കാലങ്ങളിലായിരുന്നെങ്കിൽ ഉടനെ പിണറായി വിജയനും ശൈലജ ടീച്ചർ തമ്മിൽ മൈക്കിന് വേണ്ടി ഗുസ്തി പിടിക്കുമായിരുന്നു, ഇല്ലേ? 6 മണിക്ക് മരണവിവരം ചരമക്കോളം പോലെ ഇന്നയാൾ ഇന്നടത്ത് മരിച്ചു എന്ന് അനൗൺസ് ചെയ്യുന്ന ആളാണ് പിണറായി. ഇപ്പൊ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കൊണ്ട് മരിക്കുന്നവരെ പറ്റി പിണറായി കാണുന്നില്ലേ? അതിന്റെ അർത്ഥം എന്താ? പിണറായി വിഡ്രോവൽ മൂഡിലേക്ക് മാറിയിരിക്കുന്നു. വിഡ്രോവൽ മൂഡ് എന്ന് പറഞ്ഞാൽ മറ്റിനി കാര്യങ്ങളും പാർട്ടിയെക്കുറിച്ചും സംഘടനയെക്കുറിച്ചും സംസ്ഥാനത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട, സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അവിടെ നിന്നും എന്തുമാത്രം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാമോ ആ ലാഭം ഉണ്ടാക്കുന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് പിണറായി മാറി. അതുകൊണ്ടാണ് പിണറായി നിർവികാരനായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിണറായിക്ക് പറ്റിയ കുഴപ്പം ഒരു കാര്യം കൂടെ പറയാം. പിണറായി ഒത്തിരി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു. പിണറായി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന പോലെ തന്നെ പിണറായിയുടെ രഹസ്യങ്ങളും അദ്ദേഹം ഭയക്കുന്നവരും സൂക്ഷിക്കുന്നു. ആ വാക്കാണ് പ്രധാനം. പിണറായിയുടെ, അതായത് നമ്മൾ രഹസ്യങ്ങളെ പറ്റി 3-4 തരത്തിൽ പറയും. ഒന്ന്, നമ്മുടെ പബ്ലിക്കായിട്ട് പറയാവുന്ന വസ്തുതകൾ, കുറെ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയാം. രണ്ടാമത്, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് പറയാവുന്ന രഹസ്യങ്ങൾ. മൂന്നാമത്തത്, നമ്മുടെ അടുത്ത ബന്ധുക്കളോടും മക്കളെ, ഭാര്യ, അങ്ങനെയുള്ളവരോട് പറയാവുന്ന രഹസ്യങ്ങൾ. നാലാമത്തത്, നമ്മളോട് തന്നെ പറയാവുന്ന രഹസ്യങ്ങൾ. അഞ്ചാമത്തെ രഹസ്യം എന്ന് പറയുന്നതാണ് ഏറ്റവും അപകടകരം.
നമ്മളോട് തന്നെ പറയാൻ, സ്വയം പറയാൻ ഭയപ്പെടുത്തുന്ന രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ സമനില തെറ്റും. നമ്മൾ ഭ്രാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ സ്വയം എത്തും. ആ രഹസ്യങ്ങളുടെ പാപഭാരം, ആ ഭാരമാണ് ആര് ചുമക്കുന്നത്? പിണറായി. എന്തുകൊണ്ട് പിണറായി വിജയൻ മിണ്ടുന്നില്ല? ഒറ്റ ഉത്തരവേ ഉള്ളൂ. പിണറായി വിജയന് നാവ് തുറക്കാൻ പറ്റില്ല. ആയിരക്കണക്കിന് രഹസ്യങ്ങളുടെ ഭണ്ഡാകാരങ്ങളായിട്ട് തലയിലിരിക്കുക. അത് പുറത്തു പറയാൻ പറ്റിയില്ല. പി.ശശിയെ പറ്റി പറയാൻ പറ്റുമോ? ശിവശങ്കറെ പറ്റി പറയാൻ പറ്റുമോ? സ്വപ്ന സുരേഷിനെ പറ്റി പറയാൻ പറ്റുമോ? ഇതൊന്നും പിണറായിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ രഹസ്യം പറയാൻ കഴിയില്ല. ആരെ പറ്റിയും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പിണറായി. ഭരണത്തിന്റെ അവസാന നാളുകളിൽ പോലീസ് സേന, പോലീസ് എന്ന് പറയുന്ന ഒരു സർക്കാരിന്റെ മുഖമല്ലേ സാർ? പോലീസ് സർക്കാരിന്റെ മുഖമാണെങ്കിൽ സർക്കാർ പോലീസിനെ ആ രീതിയിൽ നിയന്ത്രിക്കണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ട്രാഫിക്, താങ്കൾ പറയുന്നത് ശരിയാണ്. മുഖ്യമന്ത്രി ഇങ്ങനെ വല്ലാതെ ഭയപ്പെടുന്നു. അത് അദ്ദേഹത്തിന് തന്നെ പറയാൻ കഴിയാത്ത, സ്വയം പറയാൻ കഴിയാത്ത രഹസ്യങ്ങൾ, തന്നോട് തന്നെ പറയാൻ കഴിയാത്ത രഹസ്യങ്ങളുമായി തന്നോട് തന്നെ പറയാൻ കഴിയാത്ത രഹസ്യങ്ങളുമായി പിണറായി ദിനരാത്രങ്ങൾ തള്ളി നീക്കുകയാണ്. തീർച്ചയായിട്ടും മൂഡിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലെ? എന്ന് തന്നെ കരുതാം.